ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സമയം ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് 100% ഉറപ്പ് തരാൻ സാധിക്കും. അഥവാ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തുക. അത് തിരുത്താൻ ഞാനും ബാധ്യസ്ഥനാണ്. അടുത്ത വീഡിയോകളിലൂടെ ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നതുമായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തമ്പനയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ BCCIയുടെ അവഗണന നേരിടുന്ന മറ്റൊരു ഇരയായി മാറുകയാണ് സർഫറാസ് ഖാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 26 വയസ്സുള്ള ഈ ഒരു താരത്തിന് ഇതുവരെ ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് നമുക്ക് തന്നെയാണ്. അതെ, അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വേറൊരു ഫോർമാറ്റിലുമല്ല, ടെസ്റ്റ് ഫോർമാറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇത്രമാത്രം ആവറേജ് ഉള്ള ഒരു പ്ലെയർ എങ്ങനെയാണ് ഇതുവരെ സ്പോട്ട് കിട്ടാതെ മാറി മാറി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനെ അവഗണന എന്നല്ലാതെ മറുവാക്ക് എന്താണ് പറയേണ്ടതെന്നും എനിക്കറിയില്ല. സോ നിലവിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് സ്ക്വാഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഒരു സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സർഫറാസ് ഖാനേക്കാൾ ആവറേജ് ഉള്ള ഒരേ ഒരു താരം മാത്രമേ ആ ഒരു സ്ക്വാഡിൽ ഉൾപ്പെട്ടുള്ളൂ. അത് മറ്റാരുമല്ല, HSC ജയ്സ്വാളാണ്. 72.03 അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ആവറേജ്. അദ്ദേഹം വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ, അത് വേറൊരു ഫാക്ടറാണ്. പക്ഷേ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സർഫറാസ് ഖാനേക്കാളുള്ള ആവറേജ് ഉള്ള ഒരേ ഒരു താരം മാത്രമേ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇംഗ്ലണ്ടിനെതിരെ ആ ഒരു ടെസ്റ്റ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി നമ്മൾ ഏതൊരു യങ്സ്റ്ററിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏതൊരു സീനിയർ പ്ലെയറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സ്ക്വാഡിൽ സർഫറാസ് ഖാനൊപ്പം ആവറേജ് ഉള്ള മറ്റൊരു താരമില്ല, ജയ്സ്വാൾ ഒഴിച്ച്. അത് ഉറപ്പിച്ച് എനിക്ക് പറയാൻ സാധിക്കും. നമ്മൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ സർഫറാസിന്റെ കരിയറിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 26 വയസ്സാണ് താരത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 43 മത്സരങ്ങളും 63 ഇന്നിംഗ്സുകളും 3692 റണ്ണും 301 എന്ന ഹൈ സ്കോറും 69.66 ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു താരത്തിന് സ്റ്റിൽ ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൽ ഒരു സ്പേസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് നാണക്കേട്? BCCക്കോ നമുക്കോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിലവിൽ ടീമിലേക്ക് വരാനുള്ള ക്രൈറ്റീരിയ എന്ന്. IPL മാത്രമാണോ അത് ആ ഒരു ടീമിലേക്ക് വരാനുള്ള, മെയിൻ ടീമിലേക്ക് വരാനുള്ള ക്രൈറ്റീരിയ? ഇന്നിതിപ്പോൾ ആ ഒരു സ്ക്വാഡ് പ്രഖ്യാപനം കഴിഞ്ഞ് ഇന്ത്യ A വേഴ്സസ് ഇംഗ്ലണ്ട് ലയൺസ് മത്സരം നടക്കുകയാണ്. 96 റൺസാണ് അവിടെ സർഫറാസ് ഖാൻ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതൊന്നും ആരുടെയും കണ്ണിൽ പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BCCI ഈ ഒരു കാര്യത്തിൽ മുഖം മറച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കാണാത്ത മട്ടിൽ നിൽക്കുകയാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇന്ത്യൻ ടീമിലേക്ക് വരാനുള്ള ക്രൈറ്റീരിയ IPL ആണോ എന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽപ്പുണ്ട്. സ്റ്റിൽ BCCI പറയുന്നത് അത് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ലീഗുകൾ കൂടി ആ പ്ലേയേഴ്സിനെ പോളിഷ് ചെയ്താണ് ടീമിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ സ്റ്റിൽ നമുക്ക് പറയാൻ സാധിക്കും, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉറപ്പായിട്ടും IPL പെർഫോം ചെയ്യുന്ന താരങ്ങളെയാണ് അക്രോസ് ഓൾ ദ ഫോർമാറ്റ് BCCI അവിടെ പ്ലേസ് ചെയ്യുന്നത്. അത് ടെസ്റ്റ് ആയാലും T20 ആയാലും ODI ആയാലും IPL പെർഫോമൻസ് മാത്രമാണ് നോക്കി ടീമിലേക്ക് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് IPL പെർഫോമൻസ് മാത്രമല്ല, ലൈം ലൈറ്റിലുള്ള താരങ്ങൾ, അതായത് കൂടുതൽ റെക്കഗ്നൈസേഷൻ കിട്ടുന്ന താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താൻ ഇവിടെ BCCI ശ്രമിക്കാറുണ്ടെന്ന് തോന്നുന്നു. അത് ആഡ് റവന്യൂ കൂട്ടാൻ അവരെ കൂടുതൽ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റിൽ സർഫറാസ് ഖാൻ ആ ഒരു പ്ലേസിന് അർഹനാണ്. ടെസ്റ്റ് സ്ക്വാഡിൽ ഉറപ്പായിട്ടും ഇടം കിട്ടേണ്ടതാണ്. വേറൊരു ഫോർമാറ്റിൽ ഞാൻ പറയുന്നില്ല, ODI പറയുന്നില്ല, T20 പറയുന്നില്ല, അതിൽ രണ്ടിലും അദ്ദേഹത്തിന്റെ ആവറേജ് താഴെ തന്നെയാണ്. പക്ഷേ ടെസ്റ്റ് സ്ക്വാഡിൽ അദ്ദേഹത്തിന് ഒരു സ്പോട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ആക്രോശങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചിലപ്പോൾ 1-2 മത്സരങ്ങൾ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തേക്കാം. അത് വല്ല ഓവർസീസിലുമാണെങ്കിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ലെങ്കിൽ കരിയർ എൻഡ്. 26 വയസ്സായെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ഈ പറഞ്ഞ IPL കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ആ ഒരു സീസണിൽ മികച്ച പെർഫോമൻസ് ഉള്ള താരങ്ങളെ അവർ സ്ക്വാഡിലേക്ക് എടുക്കും. പക്ഷേ ഡൊമസ്റ്റിക് ലീഗുകൾ ഇത്രയും കാലം ചത്ത് കിടന്ന് കളിച്ച് എന്തിനാണെന്ന് അവിടെ ഒരു ചോദിച്ചിട്ട് നിൽക്കുകയാണ്. സ്റ്റിൽ IPL കൊണ്ട് എത്രമാത്രമാണ് ഒരു പ്ലെയറിന്റെ പൊട്ടൻഷ്യൽ അറിയാൻ സാധിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. അത് ടെസ്റ്റ് നന്നായിട്ട് വഴങ്ങുന്ന താരങ്ങൾക്ക് എങ്ങനെയാണ് IPL നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക? അതിപ്പോൾ സർഫറാസ് ഖാന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ 2020 അദ്ദേഹത്തിന് ആവറേജ് 22 മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് അദ്ദേഹം ഒരിക്കലും ആ ഒരു 2020 ഫോർമാറ്റിലോ അല്ലെങ്കിൽ ODIയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആവറേജ് താഴെയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഒരിക്കലും ആ ഒരു ഫോർമാറ്റിലേക്ക് അദ്ദേഹം പ്ലേസ്ഡ് ആവില്ല. അത് നമുക്ക് 100% അറിയാം. സോ IPL ആണ് ഇവർ ഒരു ക്രൈറ്റീരിയ ആയിട്ട് അവിടെ വെക്കുന്നത് ടീമിലേക്ക് വരാൻ. ഇപ്പോൾ ഗില്ലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഗില്ല് നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണെന്ന് നമ്മൾ പറയുന്നു. ലൈം ലൈറ്റ് ഉണ്ട്, അതായത് IPL മികച്ച പ്രകടനം കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ട്. ജയ്സ്വാളിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവരെന്താണ് ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് ലീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്ലേയേഴ്സിനെ പോളിഷ് ചെയ്ത് IPL കൊണ്ടുവരിക, IPL നിന്ന് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡൊമസ്റ്റിക് ലീഗുകളിൽ ഈ ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന്റെ ഗുണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തുക. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, നിങ്ങൾക്കൊരു ഹിൻറ്റ് തരാം. അത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ മേലെ പൊങ്കാല ഉണ്ടാകും. അക്രോസ് ഓൾ ഇന്ത്യ ഓരോ ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും പ്രസിഡന്റുമാർ ഏത് ലെവലിലുള്ള ആൾക്കാരാണ്, എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരം കിട്ടും. IPL മാത്രമല്ല മറ്റൊരു ഉത്തരം കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ തന്നെയാണ്. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് ഉറപ്പായിട്ട് പറ്റാതിരിക്കാൻ സാധ്യതകളൊന്നുമില്ല. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ തിരുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ.